The velocity time graph of a car is as shown. ഒരു കാറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമുമാണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ അലോങ് ഒ എ, എ ബി ആൻഡ് ബി സി? ഈ ഗ്രാഫിൽ 3 റീജിയണുകൾ കാണാം: ഒ എ, എ ബി, ബി സി. ഈ 3 റീജിയണിലെയും കാറിൻ്റെ മോഷൻ എങ്ങനെയുള്ളതാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം: ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഡ്യൂറിങ് 2.5 സെക്കൻഡ്, 5 സെക്കൻഡ് ആൻഡ് 7 സെക്കൻഡ്. 2.5 സെക്കൻഡ്, 5 സെക്കൻഡ്, 7 സെക്കൻഡ് എന്നീ സമയങ്ങളിൽ കാർ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഫോർ ഒ എ, എ ബി ആൻഡ് ബി സി. ഒ എ, എ ബി, ബി സി എന്നീ 3 റീജിയണുകളിലെ ആക്സലറേഷൻ കണ്ടെത്തണം. അടുത്ത ചോദ്യം: ഡ്രോ ദ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ആക്സലറേഷൻ ടൈം ഗ്രാഫ് കണ്ടുപിടിക്കണം. സോൾവ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മോഷൻ അലോങ് ഒ എ, എ ബി ആൻഡ് ബി സി? ആദ്യം ഒ എ എന്ന റീജിയണിൽ കാറിൻ്റെ ചലനം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം. ഒ എന്ന പോയിന്റിലായിരിക്കുമ്പോൾ കാറിൻ്റെ വെലോസിറ്റി 0 ആണ്. എ എന്ന പോയിന്റിലെത്തുമ്പോൾ കാറിൻ്റെ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഒയിൽ നിന്നും എയിലേക്ക് കാർ സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെ വേഗത 0-ൽ നിന്നും 20 മീറ്റർ/സെക്കൻഡിലേക്ക് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇത് ആക്സലറേറ്റഡ് മോഷനാണ്. വേഗത വർദ്ധിക്കുന്നത് കൊണ്ട് ആക്സലറേറ്റഡ് മോഷനാണ്. ഒയിൽ നിന്നും എയിലേക്കുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഒ എ എന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് യൂണിഫോം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒ എ എന്ന റീജിയണിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ കാറിൻ്റെ വേഗത വർദ്ധിച്ചു വരുന്നുമുണ്ട്. അതുകൊണ്ട് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. അടുത്തതായി എ ബി എന്ന റീജിയണിൽ കാറിൻ്റെ ചലനം എങ്ങനെയാണെന്ന് നോക്കാം. പോയിന്റ് എയിൽ കാറിൻ്റെ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ് ആണ്. പോയിന്റ് ബിയിലും 20 മീറ്റർ/സെക്കൻഡ് ആണ്. എ ബി എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതായത് എ ബി എന്ന റീജിയണിൽ കാറിൻ്റെ ചലനം യൂണിഫോം മോഷനാണ്. എ ബി എന്ന റീജിയണിൽ കാർ എല്ലായ്പ്പോഴും 20 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോട് കൂടിയുള്ള മോഷനാണ് എ ബി എന്ന റീജിയൻ. അഥവാ എ ബിയിലെ മോഷനെ യൂണിഫോം മോഷൻ എന്ന് പറയാം. അടുത്ത റീജിയൻ ബി സി. പോയിന്റ് ബിയിൽ കാറിൻ്റെ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ് ആണ്. പോയിന്റ് സി എത്തുമ്പോൾ അത് 0 ആയി മാറും. അതായത് 20-ൽ നിന്നും 0-ലേക്കാണ് വെലോസിറ്റിക്ക് വരുന്ന മാറ്റം. ഇത് റിട്ടാർഡേഷനെ കാണിക്കുന്നു. വേഗത കുറഞ്ഞു വരുന്നത് കൊണ്ട് റിട്ടാർഡേഷനാണ്. ബി സി എന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് യൂണിഫോം റിട്ടാർഡഡ് മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് യൂണിഫോം എന്ന വേർഡ് ഉപയോഗിക്കാം. വേഗത കുറഞ്ഞു വരുന്നത് കൊണ്ട് റിട്ടാർഡഡ് മോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഡ്യൂറിങ് 2.5 സെക്കൻഡ്, 5 സെക്കൻഡ് ആൻഡ് 7 സെക്കൻഡ്. 2.5 സെക്കൻഡ്, 5 സെക്കൻഡ്, 7 സെക്കൻഡ് എന്നീ സമയം കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം കണ്ടുപിടിക്കണം. ആദ്യം 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാകും. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. 2.5 സെക്കൻഡ് എന്നത് ഈ പോയിൻ്റാണ്. 2 സെക്കൻഡിൻ്റെയും 3 സെക്കൻഡിൻ്റെയും മിഡ് പോയിൻ്റാണിത്. ഇത് 2.5 സെക്കൻഡാണ്. 2.5 സെക്കൻഡ് ആകുമ്പോൾ കാർ ഒ എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം കണ്ടെത്തുന്നതിന് വേണ്ടി ഒ എ എന്ന റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാവും. അഥവാ ഒ എ എന്ന ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ ആയിരിക്കും. ഈ റെഡ് നിറത്തിൽ കാണുന്ന ഏരിയ ആയിരിക്കും 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം. ഒ എ എന്ന ഗ്രാഫിന് താഴെ വരുന്ന ഏരിയ ആണ് ഈ റെഡ് ട്രയാങ്കിളായി കാണിച്ചിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഈ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ഇ. ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷനാണ് ½ ഈ ഇക്വേഷനിൽ ബി എന്നത് 2.5 ആയിരിക്കും. ഈ പോയിന്റ് 0 ആണ്. ഈ പോയിന്റ് 2.5 ആണ്. അതുകൊണ്ട് ബി എന്ന ലെങ്ത്ത് 2.5 ആയിരിക്കും. അതുപോലെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 20 ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ½ ഇൻറ്റു ബി എന്നത് 2.5. അതുകൊണ്ട് ബിക്ക് പകരം 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻറ്റു ഹൈറ്റ്, ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 20 ആണ്. ഇൻറ്റു 20 സിംപ്ലിഫൈ ചെയ്യുന്നു. എസ് ഈക്വൽ ടു 25 മീറ്റർ. അതായത് 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം 25 മീറ്റർ ആയിരിക്കും. 2.5 സെക്കൻഡ് ആകുമ്പോൾ കാർ ഒ എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഈ ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം കിട്ടും. 2.5 സെക്കൻഡ് കൊണ്ട്
കാർ ഒ എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലെത്തി. അതുകൊണ്ട് ഒ എ എന്ന റീജിയൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഏരിയ എന്നത് 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരമായിരിക്കും. ഈ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. ബി 2.5ഉം എച്ച് 20യുമാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2.5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം 25 മീറ്റർ. ഇതേ ചോദ്യത്തിൽ 5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ടൈം 5 സെക്കൻഡ് ആകുമ്പോൾ കാറ് ബി എന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് കാർ ആകെ സഞ്ചരിച്ച ദൂരം എന്നത് ഒ എ ബി എന്ന ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. ഒ എ ബി എന്ന ഗ്രാഫിന് താഴെ വരുന്ന ഈ ടോട്ടൽ ഏരിയ ആയിരിക്കും 5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം. അതുകൊണ്ട് ടോട്ടൽ ഏരിയ ഈക്വൽ ടു ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. 5 സെക്കൻഡ് ആകുമ്പോൾ കാർ എത്തുന്നത് പോയിന്റ് ബിയിലായിരിക്കും. അതുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം എന്നത് ഒ എ ബി എന്ന ഈ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. ഈ ടോട്ടൽ ഏരിയ എന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എൽ ബി ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഈ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് പ്ലസ് എൽ ബി. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് ബി 2.5 ആയിരിക്കും. ഈ പോയിൻറ്റ് 0യും ഈ പോയിൻറ്റ് 2.5 ആണ്. അതുകൊണ്ട് ബി 2.5. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 20 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ബിക്ക് 2.5ഉം എച്ചിന് 20യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു 2.5 ഇൻറ്റു 20 പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നത് ഈ പോയിൻറ്റ് 2.5ഉം ഇത് 5ഉമാണ്. അതുകൊണ്ട് ഈ സൈഡ് ലെങ്ത്ത് 5 മൈനസ് 2.5 ആയിരിക്കും. അഥവാ 2.5 ഇൻറ്റു ഹൈറ്റ് 20 ഈക്വൽ ടു 2.5 ഇൻറ്റു 20. ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷനിൽ ബിക്ക് പകരം 2.5, എച്ചിന് പകരം 20, റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷനിൽ ലെങ്ത്തിന് പകരം 2.5, ബ്രെഡ്ത്തിന് പകരം 20 എന്നീ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു. 25 പ്ലസ് 50 എസ് ഈക്വൽ ടു 75 മീറ്റർ. അതായത് 5 സെക്കൻഡ് ആകുമ്പോഴേക്കും കാർ സഞ്ചരിച്ചിട്ടുണ്ടാകുന്ന ആകെ ദൂരം 75 മീറ്റർ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് ഒന്നുകൂടെ ഓർക്കാം. 5 സെക്കൻഡ് ആകുമ്പോൾ കാർ സഞ്ചരിച്ച ആകെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. 5 സെക്കൻഡ് ആകുമ്പോൾ കാർ ബി എന്ന പോയിന്റിലായിരിക്കും ഉണ്ടാവുക. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഒ എ ബി എന്ന റീജിയൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിച്ചാൽ കാർ സഞ്ചരിച്ച ദൂരം കിട്ടും. ഈ ടോട്ടൽ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. അത് 75 ആണ്. അതുകൊണ്ട് 5 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം 75 മീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 7 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഗ്രാഫിൽ 7 സെക്കൻഡ് ആകുമ്പോൾ കാർ ഉണ്ടാവുക സി എന്ന പോയിന്റിലാണ്. അതുകൊണ്ട് 7 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം എന്നത് ഒ എ ബി സി എന്ന ട്രപ്പീസിയത്തിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും. ഈ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ ആയിരിക്കും, അഥവാ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആയിരിക്കും 7 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഈ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഹൈറ്റ്. ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് 20 ആണ്. അതുകൊണ്ട് ഹൈറ്റിന് 20 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇൻറ്റു ട്രപ്പീസിയത്തിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്ത്, അത് എ ആണ്. ഈ ലെങ്ത്ത് 2.5 ആയിരിക്കും. പോയിൻറ്റ് ബി 5ഉം പോയിൻറ്റ് എ 2.5ഉമാണ്. അതുകൊണ്ട് എ ബി എന്ന അകലം 5 മൈനസ് 2.5 ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ എക്ക് 2.5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് ട്രപ്പീസിയത്തിൻ്റെ ഈ സൈഡിൻ്റെ ലെങ്ത്ത് ഇത് 7 ആണ്. അതുകൊണ്ട് ബിക്ക് പകരം 7 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ എച്ച് 20 ആണ്, എ 2.5, ബി 7. സിംപ്ലിഫൈ ചെയ്യുന്നു. എസ് ഈക്വൽ ടു 95 മീറ്റർ. അതായത് 7 സെക്കൻഡ് ആകുമ്പോഴേക്കും കാർ സഞ്ചരിച്ച ആകെ ദൂരം 95 മീറ്റർ ആയിരിക്കും. 7 സെക്കൻഡ് ആകുമ്പോൾ കാർ ഉണ്ടാവുക പോയിൻറ്റ് സിയിലാണ്. അതുകൊണ്ട് ഈ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ അഥവാ ഒ എ ബി സി എന്ന ടോട്ടൽ ഏരിയ ആയിരിക്കും 7 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം. അതൊരു ട്രപ്പീസിയാണ്. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇത് 95 ആണ്. അതുകൊണ്ട് 7 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ആകെ ദൂരം 95 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ ഓഫ് ഒ എ. ഒ എ എന്ന റീജിയനിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സലറേഷനാണ്. ഒ എ എന്ന റീജിയൻ്റെ സ്ലോപ്പ് ഓഫ് ഒ എ ഈക്വൽ ടു ആക്സലറേഷൻ. ആക്സലറേഷൻ എന്നത് ടാൻ തീറ്റയാണ്. അതിനായി ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു.
OA എന്ന ഗ്രാഫ് എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ഗ്രാഫിൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AE ആണ്, അഡ്ജസൻറ്റ് സൈഡ് OE ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഓപ്പോസിറ്റ് സൈഡിന് പകരം AEയും അഡ്ജസൻറ്റ് സൈഡിന് പകരം OEയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു AE ബൈ OE. ഇവിടെ ടാൻ തീറ്റ എന്നത് ആക്സലേഷനാണ്, അതുകൊണ്ട് ആക്സലേഷൻ ഈക്വൽ ടു AE ബൈ OE. AE എന്ന ഹൈറ്റ് 20 ആണ്. അതുപോലെ OE എന്ന സൈഡിൻ്റെ ലെങ്ത്ത് 2.5 ആണ്. ഈ പോയിന്റ് 2.5 ആണ്, അതുകൊണ്ട് OE ഈക്വൽ ടു 2.5. AEക്ക് 20 എന്നും OEക്ക് 2.5 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു. ആക്സലേഷൻ ഈക്വൽ ടു 8 m/s². OA എന്ന റീജിയൻ്റെ ആക്സലേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് OA എന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി. സ്ലോപ്പ് എന്നത് ടാൻ തീറ്റയാണ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് ഈ സ്ലോപ്പ് ആക്സലേഷൻ ആയിരിക്കും. ആക്സലേഷൻ ഈക്വൽ ടു 8 m/s². ഇവിടെ വേഗത വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ആക്സലറേഷൻ പോസിറ്റീവ് വന്നിരിക്കുന്നത്. ടൈം 0 ആകുമ്പോൾ വെലോസിറ്റി 0 ആയിരുന്നു. 2.5 സെക്കൻഡ് കഴിയുമ്പോഴേക്കും വെലോസിറ്റി 20 m/s വർദ്ധിച്ചു. അതുകൊണ്ട് ആക്സലറേഷൻ പോസിറ്റീവാണ്, 8 m/s². അടുത്ത റീജിയൻ AB എന്ന റീജിയനിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു ആക്സലറേഷൻ. AB എന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. തീറ്റ ഈക്വൽ ടു ഇവിടെ AB എന്ന ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അതുകൊണ്ട് തീറ്റയ്ക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ 0യുടെ വില 0 ആണ്. അതുകൊണ്ട് ആക്സലറേഷൻ ഈക്വൽ ടു 0. AB എന്ന ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആണ്, അഥവാ ഹൊറിസോണ്ടൽ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പ് ടാൻ 0 ആയിരിക്കും, ഈക്വൽ ടു 0. ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആക്സലറേഷൻ 0. അടുത്ത റീജിയൻ BC എന്ന റീജിയനിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽ ടു ആക്സലറേഷൻ. സ്ലോപ്പ് ഓഫ് BC ഈക്വൽ ടു ആക്സലറേഷൻ. ആക്സലറേഷൻ ഈക്വൽ ടു ടാൻ തീറ്റ. അതിനായി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. BC ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഈ ട്രയാങ്കിൾ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് BD ആണ്, അഡ്ജസൻറ്റ് സൈഡ് CDയും, ഈക്വൽ ടു BD ബൈ CD. ഈക്വൽ ടു BD എന്ന ഹൈറ്റ് -20 ആണ്. BD എന്ന ഹൈറ്റ് -20 ഡിവൈഡഡ് ബൈ C എന്ന പോയിന്റ് 7ഉം D എന്ന പോയിന്റ് 5ഉമാണ്. അതുകൊണ്ട് CD 7 - 5 ഈക്വൽ ടു 2. സിംപ്ലിഫൈ ചെയ്യുന്നു. ആക്സലറേഷൻ ഈക്വൽ ടു -10 m/s². OA എന്ന റീജിയണിൽ കാറിൻ്റെ വേഗത വർദ്ധിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് അവിടെ പോസിറ്റീവ് ആക്സലറേഷൻ കിട്ടി. ഇവിടെ Bയിൽ നിന്നും Cയിലേക്ക് കാർ സഞ്ചരിക്കുമ്പോൾ 20 m/s സ്പീഡിൽ നിന്നും വേഗത 0യിലേക്കാണ് മാറുന്നത്. അതായത് വേഗത കുറഞ്ഞു വരുന്നു. വേഗത കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ആക്സലറേഷൻ നെഗറ്റീവ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൽ നിന്നും ആക്സലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. 0 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ കാറിൻ്റെ ആക്സലറേഷൻ 8 m/s² ആയിരുന്നു. അതായത് OA എന്ന റീജിയണിൽ കാറിൻ്റെ ആക്സലറേഷൻ 8 m/s² ആയിരുന്നു. അടുത്ത 2.5 സെക്കൻഡ്, അതായത് 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ കാറ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് കാറിൻ്റെ ആക്സലറേഷൻ 0. AB എന്ന റീജിയണിൽ കാറിൻ്റെ ആക്സലറേഷൻ 0. അടുത്ത 2 സെക്കൻഡ്, 5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ കാർ സഞ്ചരിച്ചത് -10 m/s². ഈ ടേബിളിൽ നിന്നും ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. 0 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ കാറിൻ്റെ ആക്സലറേഷൻ 8 ആണ്. 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ആക്സലറേഷൻ 0 ആണ്. 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ആക്സലറേഷൻ 0. അടുത്ത 2 സെക്കൻഡ്, 5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ ആക്സലറേഷൻ -10 ആണ്. 5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ 5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ ആക്സലറേഷൻ -10. ആദ്യത്തെ 2.5 സെക്കൻഡ്, 0 സെക്കൻഡ് മുതൽ 2.5 സെക്കൻഡ് വരെ കാറിൻ്റെ ആക്സലറേഷൻ 8 m/s² ആണ്. 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ 0 ആണ് ആക്സലറേഷൻ. 5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ -10 m/s² ആണ് ആക്സലറേഷൻ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫും ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആക്സലറേഷൻ ടൈം ഗ്രാഫും ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യത്തെ 2.5 സെക്കൻഡ് കാർ സഞ്ചരിക്കുന്ന യൂണിഫോം ആക്സലറേഷനോട് കൂടിയാണ്. ഈ ആക്സലറേഷൻ 8 m/s² ആണ്. അടുത്ത 2.5 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ കാർ സഞ്ചരിക്കുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. അതുകൊണ്ട് ആക്സലറേഷൻ 0. അടുത്ത 2 സെക്കൻഡ്,
5 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ കാർ സഞ്ചരിക്കുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനോട് കൂടിയാണ്.